ജർമ്മനിയിലെ പൊതുതെരഞ്ഞെടുപ്പിൽ കൺസർവേറ്റീവ് പാർട്ടിയായ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ ഓഫ് ജർമ്മനി മുന്നിൽ CDU-വിന്റെ ഫ്രീഡ്രിക് മർട്സ് അടുത്ത ജർമ്മൻ ചാൻസലറാകും. CDU മുന്നിലാണെങ്കിലും ഒറ്റയ്ക്ക് സർക്കാർ രൂപീകരിക്കാനാകില്ല. എന്നാൽ സർക്കാർ രൂപീകരണത്തിന് രണ്ടാമതെത്തിയ തീവ്ര വലതുപക്ഷ പാർട്ടിയായ AfD-യുമായി സഖ്യത്തിൽ നിന്നും മർട്സ് വ്യക്തമാക്കിയിട്ടുണ്ട്. ബനീഷ ബാബുണ്ട്. ബനീഷ, നവംബറിൽ ഒലാഫ് ഷോൾസ് അവിശ്വാസ പ്രമേയത്തോടെ പുറത്തുവരുന്ന പിന്നാലെ പ്രഖ്യാപിച്ച തിരഞ്ഞെടുപ്പാണ്. നിലവിലെ വിവരങ്ങൾ, പുറത്തുവരുന്ന വിവരങ്ങൾ എങ്ങനെയൊക്കെയാണ്? സേതു, ജർമ്മനിയിൽ ഇന്നലെയാണ് ഒരു പൊതു തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. നിലവിലെ പ്രതിപക്ഷമായ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ നേതാവ് ഫ്രെഡറിച്ച് മേഴ്സിന്റെ നേതൃത്വത്തിലുള്ള സഖ്യമാണ് ഇപ്പോൾ അധികാരം ഉറപ്പിച്ചിരിക്കുന്നത്. CDU-CSU സഖ്യം 28.5% വോട്ട് നേടിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. 630 അംഗ ഉപരിസഭയിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. ഇതിൽ 59 മില്യൺ ആളുകൾ വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് കണക്കുകൾ. അനധികൃത കുടിയേറ്റം, യുക്രൈനെ പിന്തുണച്ചിരുന്ന നിലപാടിൽ നിന്ന് അമേരിക്ക പിന്നോട്ട് പോകുന്നത്, അതുപോലെ തന്നെ അമേരിക്ക യൂറോപ്യൻ യൂണിയൻ ബന്ധം, ഇത്തരത്തിലുള്ള നിരവധി വിഷയങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും പ്രചാരണ വിഷയമായി വന്നത്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ പ്രതിപക്ഷമായിരുന്ന ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ ഭരണം ഉറപ്പിച്ചിരിക്കുന്നത്. ഫ്രെഡറിച്ച് മേഴ്സ് തന്നെയാകും അടുത്ത ചാൻസലർ എന്ന് ഇതിനകം തന്നെ വ്യക്തമായി കഴിഞ്ഞു. അതേസമയം ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഇല്ലാത്ത സാഹചര്യത്തിൽ കൂടുതൽ കക്ഷികളുമായി ഉള്ള കൂടിയാലോചനകൾ ഇതിനകം ആരംഭിച്ചുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതേസമയം തന്നെ പ്രധാന പ്രതിപക്ഷമായിരുന്ന അല്ലെങ്കിൽ തീവ്ര വലതുപക്ഷമായിരുന്ന AfD-യുമായി ഇനിയൊരു സഖ്യത്തിനില്ലെന്ന് മേഴ്സ് ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. AfD-ക്ക് വേണ്ടിയാണ് മസ്ക് ഉൾപ്പെടെയുള്ള നേതാക്കൾ ജർമ്മനിയിൽ വലിയ തോതിലുള്ള ഒരു പ്രചാരണം നടത്തിയിരുന്നു. അനധികൃത കുടിയേറ്റം ജർമ്മനിയിലും ഒരു പ്രധാനപ്പെട്ട പ്രചാരണ വിഷയമായിരുന്നു. ഇത്തരത്തിൽ ഒരു ഭരണമുന്നണിയിലെ, അതായത് കഴിഞ്ഞ വർഷം ഭരണമുന്നണിയിലെ ഭിന്നതയ്ക്ക് പിന്നാലെയാണ് ഒരു വിശ്വാസ വോട്ടെടുപ്പിലേക്ക് പോവുകയും ഒലാഫ് ഷോൾഫിന്റെ സർക്കാരിന് ഇത് പരാജയപ്പെട്ടതിനെ തുടർന്ന് രാജിവെക്കേണ്ട സാധ്യതയും വന്നിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ 16% വോട്ടുകൾ മാത്രമാണ് ഒലാഫ് ഷോൾസിന്റെ പാർട്ടിക്ക് നേടാനായതെന്നാണ് റിപ്പോർട്ടുകൾ ചെയ്തു. ശരി ബനീഷ, ഈ നേരത്തെ AfD-ക്ക് പരസ്യ പിന്തുണയൊക്കെ പ്രഖ്യാപിച്ചിരുന്നു ഇലോൺ മസ്ക്. ഇപ്പോൾ ബഡ്സിനാണ് സാധ്യത കൂടുതലെന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത്. ബനീഷ ബാബുവാണ് വിവരങ്ങൾ നൽകി.